കലാപത്തിലെ കാരണമായി തീരുന്നു. ഒരു തീപ്പൊരി മതി കാട്ടുതീയായി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. എന്താണ് അവിടെ ഒരു ബഹളം? ഭയപ്പെടേണ്ട, അത് ലഹളയൊന്നുമല്ല, പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപിള്ളയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടുപുറത്തുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടി വിടുകയാണ് അവിടെ. ലോക വാർത്തകൾ, കൊച്ചു രാഷ്ട്രീയം, പിന്നെ എരിവും പുളിയും ചേർന്ന ഇത്തിരി പരദോഷണോ. നാടോ നാരായണൻ, കുഞ്ഞു മുഹമ്മദ്, വറീദ്, ഔസേപ്പ്, അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായക്കടയിൽ കയറിയാല് പപ്പടമേറെ കിട്ടും, പുട്ടും കടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്നു സുറയ്ക്കാൻ അവിടെ പലരെത്തും. ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പപ്പുപിള്ളയുടെ തൊട്ടടുത്താണ് കുഞ്ഞു മൊയ്തീൻ്റെ മുറുക്കാൻ കട. അവിടെ ബീഡി തെറുപ്പുകാരനാണ് അതുമാൻ. പിള്ളയും കുഞ്ഞു മൊയ്തീനും ഉറ്റ ചങ്ങാതിമാരാണ്. കുഞ്ഞു മൊയ്തീൻ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈ ഇങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർന്ന ഒരു ഒന്നാം തരം ചായ ആ കയ്യിൽ റെഡി. ഇനി പിള്ളയ്ക്കൊരു ബീഡി വലിക്കണമെന്ന് തോന്നിയാലോ, വിരലുകൾ ഇങ്ങനെ കുഞ്ഞു മൊയ്തീൻ്റെ കടയിലേക്ക്. വിരലുകൾക്കിടെ ബീഡി നദി, അതും കത്തിച്ചത്. അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാണ്. അതെ, ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാണ്. മതവിദ്വേഷത്തിൻ്റെ വൈരമില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട്. അമ്പലത്തിൽ ശംഖ് മുഴങ്ങും, പള്ളിയിലോ ബാങ്ക് വിളിക്കും. വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിൻ്റെ തഴമ്പും തിരുനെറ്റിയിലൊളുമിന്നുമ്പോൾ ഒരുമയിലവരും വാഴുന്നു. അങ്ങനെ ഇരിക്കെ പപ്പുപിള്ളയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാരൻ. അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അയാൾ ആ നോട്ടീസ് ഉറക്കെ വായിച്ചു. പ്രതീക്ഷിപ്പിൻ, പ്രതീക്ഷിപ്പിൻ, മല്ലയുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച ഹനുമാൻ വിലാസം സ്റ്റേഡിയത്തിൽ. മല്ലയുദ്ധം എന്ന് കേട്ടപ്പോൾ സ്വതവേ ഗുസ്തിക്കമ്പക്കാരായ പിള്ളയ്ക്കും അതുമാനും ആവേശമായി. ആരൊക്കെയാ ഫയൽമാൻമാർ? രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു. അഖില കേരള നാമായ അപരനാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ടു നാണപ്പിള്ള ഫയൽമാൻ. മേക്കാടൻ എന്ന് കേട്ടപ്പോൾ പപ്പുപിള്ള അഞ്ചാറ് ചാട്ടം. മേക്കാടനാണെങ്കിൽ നോക്കട്ടെ സാറേ, ആനയെ കയ്യിലെടുത്ത് പന്താടുന്നവനല്ലേ മേക്കാടൻ. പക്ഷേ പിള്ളയുടെ ആ മേക്കാടൻ സ്തുതി അതുമാന് അത്ര പിടിച്ചില്ല. ഇതിന്റെ ദിരാരാന് പരിശാരേ പഞ്ചാബ് പഞ്ചാരൻ മല്ലൻ മുഹമ്മദ് ഹുസൈൻ. ഹുസൈൻ്റെ പേര് കേട്ടപ്പോ അതുമാന് 100 നാവായി. ഹുസൈനാണെങ്കിൽ വെറുതെ നൊസോണിയിടണ്ട പിള്ളേ, 5-6 മേക്കാടനെ തഞ്ചത്തിൽ സൂപ്പാക്കും. പിന്നെ ബ്രഹ്മ വിചാരിച്ച തൊടാൻ പറ്റുമോ മേക്കാടന്? പിന്നെ ഹുസൈൻ. ആ ബ്രഹ്മാവിന് സാധിക്കാത്തത് ചിലപ്പോ നമ്മുടെ ഹുസൈന് സാധിക്കും. കുഞ്ഞു മൊയ്തീൻ ഇടപെട്ടു. പിള്ളക്ക് കളി കയറി. ബ്രഹ്മാവിനെ പറഞ്ഞല്ല. അതിനിടയിലാണ് അതുമാന്റെ മക ഒരു നാരദപ്പണി. നല്ല കുച്ചിക്ക ഈ കഹന്ന് പറയുന്നത് ഇതളാമല്ലയോ? ഇതളാവിന്റെ പേരെങ്കിലാ കാഫീറിനിടുക. അതിപ്പം മനുഷ്യന്മാർ ഒരു മൃഗത്തിലുള്ളോ. കേട്ടതും പിള്ളയുടെ പ്രതി നശിച്ചു. അയാൾ കുഞ്ഞു മൊയ്തീന്റെ നേരെ കുതിച്ചു. പെട്ടെന്ന് കുഞ്ഞു മൊയ്തീൻ വന്ന് പിള്ളയുടെ കരക്കുട്ടിക്കിട്ടടി. അതാ പിള്ളയുടെ കൈ ദോശചാട്ടുകത്തിനൊപ്പം മേലോട്ടുയരുന്നു. അത് വന്ന് പതിച്ചത് കുഞ്ഞു മൊയ്തീന്റെ ശിരസിൽ. ശിരസ് വീണു കുഞ്ഞു മൊയ്തീൻ അല്ലോ എന്ന് പറഞ്ഞ് താഴോട്ട് വീണു. കണ്ടു അതുമാനം നിയന്ത്രണം വിട്ടു. അയാൾ കയ്യിലിരുന്ന ബീഡിയിലെ വിട്ടുന്ന കത്രിക എടുത്ത് പിള്ളയുടെ
നിമിഷം കൊണ്ട് ആ ചായക്കര ചോരക്കളമായി മാറി. വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടവർ ചായക്കടയിലേക്ക് ഓടിയെത്തി. ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു വലിയ കലാപമായി മാറി. സത്യമെന്നത് ആരും അനീക്ഷിച്ചില്ല. ആർക്കും അതറിയില്ലായിരുന്നു. കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമങ്ങളെ ചുട്ടു. വീടുകളെയും കുടിലുകളെയും ദേവാലയങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആത്മമിത്രങ്ങൾ ഭർത്തവൈദികളായി നിന്ന് കൊല്ലപ്പെടുന്നു. എങ്ങും പട്ടഹാസ്യങ്ങൾ, പോർവിളികൾ, ദീനരോദനങ്ങൾ, മനുഷ്യ പിശാചുകൾ മാരക നൃത്തം ചെയ്യുന്ന ആ ദയനീയമായ കാഴ്ച കണ്ട് നിശാദേവി അവരെ ഇരുളുകൊണ്ട് മറിച്ചു. കുട്ടിലുക്കൾ ചാര കൂനകളായി കുട്ടിലക്കൾ താണ്ഡവമാടി, അളവിട്ടുഗ്രമണങ്ങൾ വിടർത്തിയ മതനാഗങ്ങൾ വിഷം തീണ്ടി, മരണം മത്തു പിടിച്ചു നടക്കും മനുജനു മണ്ണിൽ പൊട്ടി. എങ്ങും ശ്മശാനമുഖത. പുരുഷന്മാർ ഗ്രാമം വിട്ടുപോയി. ആർക്കും ആരുടെ നേരെയും നിയന്ത്രണമില്ലാത്ത ദിനരാത്രികൾ. നോട്ടീസ് വായിച്ച ആ ചെറുപ്പക്കാരൻ വഴിയോട് തളർന്നിരിക്കുന്നു. അകലെ കലാപകാരികളുടെ ആരംഭം. അതെ, മതകിർക്കന്മാർ സഹോദരന്മാരുടെ കറുത്തെടുക്കാൻ വേണ്ടി ഓടി വരികയാണ്. അവരയാളെ കണ്ടു. നീ ഞങ്ങളുടെ ആളല്ലേടാ, പിടിക്കടാ കത്തി. അല്ല, ഞാൻ ആരുടെയും ആളല്ല. എല്ലാവരും എന്റെ സഹോദരന്മാരാണ്. സഹോദരൻ കുത്തി ബലത്തട അവനെ. അയാളുടെ ആ ദീനവിലാപം ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല. ചോര താളം കെട്ടി നിൽക്കുന്ന വീതിയിൽ കൂനനുറുമ്പുകൾ മാത്രം. കൂരിരുട്ടിൽ നിന്നും കുത്തേറ്റു വാങ്ങുന്ന ദീനവിലാപങ്ങൾ മാത്രം. ദിവസങ്ങൾ കടന്നുപോയി. ഭ്രാന്തി ശമിച്ചു. മനുഷ്യ പിശാചുകൾ മാരക നൃത്തം ചെയ്ത ആ റോഡിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി. സാവധാനം ആ ഗ്രാമം പഴയ അവസ്ഥയിലേക്ക് വന്നു. അതാ കുഞ്ഞുമൊയ്തീൻ്റെ മകൻ മുഹമ്മദ് വഴിയോർത്തുകൂടി നടന്നു വരുന്നു. അയാൾ കത്തിക്കരിഞ്ഞ കടയിന് മുമ്പിൽ നിന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയത്ത് ഓലയും മുളയും കൊണ്ട് ഗോപാലൻ, അതായത് പിള്ളയുടെ അനുജൻ, അതുവഴി വന്നത്. എന്തിനാ മുഹമ്മദേ നീ കരയുന്നത്? ഇത് കണ്ടോ, എങ്ങനെയാണ് കരയാതിരിക്ക? എൻ്റെ ഉമ്മക്കും അനുസന്മാർക്കും ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാടാ ഞാൻ അവരെ പോറ്റുക? വിഷമിക്കണ്ടടാ, നിന്റെ ഉപ്പയും എൻ്റെ ചേട്ടനും ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്നവരാ. ആരോ എങ്ങാണ്ടോ കുസ്തി പിടിച്ചേര് അവർ തല്ലി പിരിഞ്ഞു മറിച്ചു. കിറുക്കല്ലേടാ അത്, കിറുക്ക്. ആ കിറുക്ക് ഈ നാട് മുഴുവൻ വ്യാപിച്ചു. നഷ്ടമാർക്ക, നമുക്ക് തന്നെ അല്ലേ? പോയവര് പോയി, നമുക്ക് ജീവിക്കണം. നമുക്ക് ഇവിടെ തന്നെ 2 കടകൾ കെട്ടിവെക്കാം. എന്തിനാടാ നമുക്ക് 2 കട? നമുക്കൊരൊറ്റ കട മതി, ഒറ്റക്കുടി കട. ആ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നായി. മതസൗഹാർദ്ദത്തിൻ്റെ പുതിയ കാറ്റ് ആ ഗ്രാമത്തിൽ വീണ്ടും വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും പുതിയൊരു പിടി കെട്ടിപ്പൊക്കി പൊടിച്ചായ കുടിച്ചു കൊണ്ട് അലവിയും ആനന്ദനും തിടുക്കത്തിൽ ഒരു ബോർഡങ് എഴുതി വെച്ചു. മതക്കിറുക്കന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുവചനം സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.